ഇന്നൊരു മിനി വ്ളോഗാണ്. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഉണ്ടാവുമല്ലോ എന്താ സംഭവം എന്ന്. കാര്യം വേറെ ഒന്നല്ല, പീലിക്കുട്ടി ഉണ്ടല്ലോ പുതിയ സ്കൂളിലേക്ക് ചേർന്നിട്ടുണ്ട്. LKGയിലേക്കാണ്. അംഗനവാടിയത്തെ സുഖവാസകാലമൊക്കെ കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പഠിപ്പും ബഹളവും ഒക്കെ ആയിട്ടേ പുതിയ ടീച്ചേഴ്സും സ്കൂളും ഫ്രണ്ട്സും എല്ലാവരും പുതിയതാണ് ഇനി. ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പീലിക്കുട്ടീൻ്റെ അംഗനവാടി പ്രവേശനോത്സവമായിരുന്നു. എത്ര പെട്ടെന്നല്ല ഒരു വർഷം കഴിഞ്ഞ് പോയത്. അന്ന് പീലിക്കുട്ടി കരഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു, എന്നാലും ആ ഉള്ളിലെ സങ്കടം ഉണ്ടല്ലോ അത് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ മനസ്സിലാവും. ഒരേ സമയം സങ്കടവും സന്തോഷവും ഒക്കെ വരുന്ന ഒരു നിമിഷമാണ് അത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, ഇപ്രാവശ്യം സ്കൂളിലാക്കിയപ്പോൾ ഉണ്ടല്ലോ ആ ഒരു ടെൻഷൻ എനിക്കില്ലേനി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പീലിക്കുട്ടിക്ക് വലിയ സങ്കടമൊന്നും ഉള്ള പോലെ എനിക്ക് തോന്നിയില്ല. ഉണ്ടായിരുന്നു കേട്ടോ. അസംബ്ലീൻ്റെ സമയത്തുണ്ടല്ലോ എല്ലാ കുട്ടികളും കൂടെ ഒരുമിച്ചായി. പിന്നെ കുറച്ച് നേരത്തേക്ക് എന്നെ കാണാതെ ആയപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ പോയി എടുത്തപ്പോൾ ഉണ്ടല്ലോ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ്ടേന്. പക്ഷെ ഒച്ചത്തിൽ കരയൊന്നും ഇല്ല കേട്ടോ. എല്ലാ കുട്ടികളും ക്ലാസ്സിലെത്തി. പിന്നെ ഓരോരുത്തരായിട്ട് ഫോട്ടോസൊക്കെ എടുക്കണുണ്ടേനി. അത് കഴിഞ്ഞിട്ട് അറ്റൻഡൻസ്, അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരെയും വരിവരിക്കായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അസംബ്ലിക്കായിട്ട്. പിന്നെ LKGയിലും UKGയിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ബാഗ് കൊടുക്കണുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അസംബ്ലി ഒക്കെ കഴിഞ്ഞിട്ട് ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ടൈം അംഗനവാടിയിൽ ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്ന ടൈം ആയിക്കണം. അപ്പോഴത്തേന് പീലിക്കുട്ടി ഉറങ്ങിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എല്ലാവർക്കും മിഠായി ഒക്കെ കൊടുത്തിട്ട് എല്ലാവരും സന്തോഷിപ്പിച്ച് പീലിക്കുട്ടിക്കുള്ള എൻ്റെ കയ്യിലും തന്നെ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഷീത്തേട്ടൻ വന്ന് ഏട്ടൻ എടുത്തപ്പോഴേക്കും പിന്നെ ഉണർന്നിട്ടു. അപ്പം ഞങ്ങൾ പായസമൊക്കെ കൊടുത്ത് പിന്നെ അവിടെ തന്നെ ചെറിയ ഫോട്ടോൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോഴത്തേന് സ്വഭാവമൊക്കെ നല്ല മാറിയിക്കണേ. ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോയത് അടുത്തുള്ളൊരു കൂൾ ബാറിലേക്കാണ്. അവിടുന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.